പൈതൃകവും സംസ്കാരവും തൊട്ടറിയാം. ലക്കിടിയിലെ ഊരിലെത്തിയാൽ കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ലക്കിടിയിലെ മഴയും കോടമഞ്ഞും കാറ്റും മേഘങ്ങൾ പുൽകി നിൽക്കുന്ന മലനിരകളുമെല്ലാം ഇവിടെ എത്തിയാൽ നേരിൽ കണ്ട് അനുഭവിക്കാനാകും. ഗോത്ര സംസ്കാരത്തിന്റെ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട നിരവധി കുടിലുകൾ ഇവിടെയുണ്ട്. മൺകയ്യാലകളോട് സദൃശ്യമുള്ള നിർമ്മിതികൾ അതിരിടുന്ന പടവുകളിലൂടെയാണ് നടക്കാനുള്ള വഴി. വയനാടിന്റെ തനത് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരവും ഇവിടെയുണ്ട്. കേരള സർക്കാരിന് വേണ്ടി ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടങ്ങളും മറ്റും നിർമ്മിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു വലിയൊരു സ്ഥാപനവും അത് കാണുമ്പോൾ തന്നെ കാറ്റും മഴയും മഴയൊക്കെ ചില ആളുകൾ വന്നിട്ട് ഇതിനെ കെട്ടിപ്പിടിക്കുന്നതും അതിനോട് ചേർന്ന് നിൽക്കുന്നതും നമുക്ക് കാണാം. വയനാട് ജില്ലയിലുള്ള നമുക്കൊക്കെ ജില്ലക്കാർക്ക് ഇതിനോട് താല്പര്യമില്ല. മറ്റ് ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് ഇതിനെ കൊണ്ട് ഭയങ്കരമായിട്ട് തോന്നുന്നൊരു കാഴ്ച. ടെമ്പ്ര കാണാം. പിന്നെ ചുറ്റും മലയാണ്. തിയേറ്റർ കലാകാരന്മാർക്ക് എന്തെങ്കിലും കലാപരമായിട്ട് അവതരിപ്പിക്കാനുള്ള സ്റ്റേജ് എന്ന് വേണ്ട കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വയനാട് ജില്ലയിലെ ഒരു വലിയൊരു സ്ഥാപനമായി വളർന്നാൽ ഇതുകൊണ്ട് വയനാട് ജില്ലയിലെ പട്ടികവർഗക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കും. അത് യാതൊരു ചർച്ചയില്ല. പഴയ ജീവിതം നമുക്കിവിടെ കാണാമല്ലേ? പഴയൊരു വയനാട് ജീവിതം അത് പുതിയ കുടിലുകളും ആ കുടിലിനുള്ളിൽ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവർ എങ്ങനെയാണോ അവരുടെ ജീവിതം എന്നുള്ളത് ഈ കുടിലിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.